സഭാവാർത്തകൾ സഭാവാർത്തകൾ വായിക്കുന്നത് 7ാം ക്ലാസ്സിൽ നിന്നും ദിയ ജോമോൻ. വത്തിക്കാൻ വാർത്തകൾ. റോഡിലൂടെ നടന്നു വരുന്ന പരിശുദ്ധ പാപ്പയെ കണ്ട് ആശ്ചര്യപ്പെട്ട വിശ്വാസികൾ. വത്തിക്കാൻ സിറ്റി. ജൂലൈ മാസം 6ാം തീയതി ഞായറാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിയോടെ പരിശുദ്ധ ലെയോ 14 പാപ്പ തന്റെ വേനൽക്കാല വസതിയായ കാസൽ ഗെന്തോൾഫയിലെത്തി. വില്ല ബാർബെറിനി എന്ന ഭവനത്തിലാണ് പരിശുദ്ധ പാപ്പ വിശ്രമിക്കാനെത്തിയത്. ലെയോ 14 പാപ്പയെ വരവേൽക്കുന്നതിനും അദ്ദേഹത്തിന് സ്വാഗതമരുളുന്നതിനുമായി പലവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് അനേകം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വസതിയിലേക്കുള്ള വഴിയിൽ കാത്തുനിന്നിരുന്നത്. എന്നാൽ പരിശുദ്ധ പാപ്പയുടെ താമസ സ്ഥലത്ത് നിന്ന് കുറച്ച് മിനിറ്റുകൾ അകലെ എത്തിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി തന്റെ വിശ്രമ വസതിയിലേക്ക് നടന്നു പോകാൻ പാപ്പ തീരുമാനിച്ചു. റോഡിലൂടെ നടന്നു വരുന്ന പരിശുദ്ധ പാപ്പയെ കണ്ട് വിശ്വാസികൾ ആശ്ചര്യപ്പെട്ടു. റോമൻ കാലത്തുള്ള ഡോമീഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം നിന്നെടുത്തുള്ള കെട്ടിടമാണ് ഇന്ന് പാപ്പമാർ വേനൽക്കാല വസതിയായി ഉപയോഗിക്കുന്ന വില്ല. അതിരൂപത വാർത്തകൾ. വരാപ്പുഴ അതിരൂപത യുവജന കമ്മീഷൻ യുവജന ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. കൊച്ചി. കേരള കത്തോലിക്ക സഭ യുവജന ദിനാഘോഷങ്ങളുടെ ഭാഗമായി വരാപ്പുഴ അതിരൂപത യുവജന കമ്മീഷന്റെയും KCYM, CLC, ജീസസ് യൂത്ത് എന്നിവയുടെയും നേതൃത്വത്തിൽ വിവിധ ഇടവകകളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. യുവജനങ്ങൾ ദിവ്യബലിക്ക് നേതൃത്വം നൽകുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ഫ്ലാഷ് മോബുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ആശുഭവനിൽ യുവജന കമ്മീഷന്റെ ഓഫീസിൽ വെച്ച് യുവജന നേതാക്കളും ഫെറോന യൂത്ത് കോർഡിനേറ്റേഴ്സും ഒരുമിച്ച് കൂടുകയുണ്ടായി. അതിരൂപത സഹായ മെത്രാൻ അഭിവന്ദ്യ ആന്റണി വാലിങ്കൽ പിതാവ് യുവജന ദിനം സന്ദേശം നൽകി. വിശ്വാസ പരിശീലന കമ്മീഷൻ വാർത്തകൾ. ജൂലൈ 13. 2025 ജൂബിലി വർഷത്തിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം നാം എഴുതുന്നു. 16 അധ്യായങ്ങളിൽ 678 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. A4 സൈസ് പേപ്പറിലോ ബൈൻഡ് ചെയ്ത ബുക്കിലോ എഴുതാം. പേപ്പർ ലൈൻ ഉള്ളതോ ഇല്ലാത്തതോ ആകാം. പേപ്പറിന്റെ ഇരുവശങ്ങളിലും മുകളിലും താഴെയും 1 സെന്റിമീറ്റർ സ്ഥലം വിട്ട് എഴുതണം. സുവിശേഷത്തിന്റെ ആമുഖം, അധ്യായം, വാക്യം, ശീർഷകങ്ങൾ എന്നിവ എഴുതുക. ഓരോ പേജിലും നമ്പറും അധ്യായം ഏതെന്നും എഴുതണം. പുസ്തകം ബൈബിൾ പോലെ ബൈൻഡ് ചെയ്യുന്നതും നന്നായിരിക്കും. പുറം ചട്ടയിൽ വിശുദ്ധ ബൈബിൾ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എന്ന് എഴുതുക. സുവിശേഷം ഓഗസ്റ്റ് 15 ഇടവകയിൽ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിൽ നിരനിരയായി അൾത്താരയിൽ സമർപ്പിക്കണം. നിങ്ങളുടെ പേര് ആദ്യ പേജിൽ എഴുതണം. സെപ്റ്റംബർ 21 വല്ലാർപാടം ബസിലിക്ക അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന സുവിശേഷ ദീപം വിശുദ്ധ മാർക്കോസിന്റെ കൈയെഴുത്ത് സംഗമത്തിൽ വിശുദ്ധ സുവിശേഷവുമായി വരണം. വിശുദ്ധ ബൈബിൾ എഴുതുമ്പോൾ പ്രാർത്ഥിച്ച നിയോഗം വെച്ച് എഴുതുക. ലഭിച്ച അനുഗ്രഹങ്ങൾ ഇടവകയിൽ കൃതജ്ഞതയായി എഴുതി നൽകുക. ഓരോ അധ്യായത്തിൽ നിന്നും ഓരോ വചനം കാണാതെ പഠിക്കുക. PTA സംഘടന രൂപീകരണം അതിരൂപതാ തലം. ജൂലൈ 20 ESSൽ വെച്ച് PTA ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 20 ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാ PTA ഭാരവാഹികളും നിർബന്ധമായും ആ മീറ്റിംഗിൽ പങ്കെടുക്കണം. ESSും വരാപ്പുഴ അതിരൂപത വിശ്വാസ പരിശീലന വിഭാഗവും നാഷണൽ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായും ഒരുങ്ങുന്നു. ലിറ്റിൽ സ്റ്റാർ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി. കുഞ്ഞുമക്കൾക്കായി ഒരു കരുതൽ. അംഗത്വം 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള സൺഡേ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പോളിസി പ്രീമിയം 130 രൂപ. ആനുകൂല്യങ്ങൾ. അപകടം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന 24 മണിക്കൂറിൽ കുറയാത്ത കിടത്തി ചികിത്സകൾക്ക് മാത്രം 25,000 രൂപ വരെ സഹായം. അപകടം മൂലം കുട്ടിക്ക് മരണം സംഭവിച്ചാൽ നിയമപ്രകാരമുള്ള അവകാശിക്ക് 1,00,000 രൂപ ആശ്വാസധനം. അപകടം മൂലം വരുമാനമുള്ള മാതാപിതാക്കന്മാരിൽ ഒരാൾക്ക് മരണം സംഭവിച്ചാൽ അവകാശിക്ക് 2,00,000 രൂപ ആശ്വാസധനം. അവസാന തീയതി 2025 ജൂലൈ 30. സഭാ വാർത്തകൾ ഇനി അടുത്തയാഴ്ച. നന്ദി.